വഴറ്റുന്നതിന് ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണ ചൂടായതിന് ശേഷം കടുകിടുന്നു. അതിനുശേഷം തേങ്ങ കൊത്തായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുന്നു. തേങ്ങ അല്പം വാടിയതിന് ശേഷം സവാള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നു. ഉള്ളി പകുതി വഴന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന മസാല മീറ്റ് മസാല, ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാല, ധനിയാത്തൂൾ, മുളകാത്തൂൾ ഇതെല്ലാം ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് മസാല മൂത്തതിന് ശേഷം ഉണക്കമുളക് ഇട്ട് കൊടുക്കണം. മസാല മൂത്തുകൊണ്ടിരിക്കുമ്പോൾ ഉണക്കമുളക് ഇട്ട് കൊടുത്തു. മസാല നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞു. ഇനി വന്നിട്ട് ബീഫ് ഇടാൻ പോവുകയാണ്. ബീഫ് ഇട്ടതിന് ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ബീഫ് മസാലയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. അത് അടിയിൽ പിടിക്കാതെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി നല്ലതായി വെള്ളം പറ്റിയതിന് ശേഷമാണ് അത് നല്ല ടേസ്റ്റുള്ള ഫ്രൈ ആയി മാറുന്നത്. ബീഫ് ഫ്രൈ റെഡിയായി. വെള്ളമെല്ലാം പറ്റി ഫ്രൈ ആയിട്ടുണ്ട്. നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് മെസ്സേജ് കൂടി അയക്കണമെന്ന് പറഞ്ഞു.